ഖർവാപ്പസി അഥവാ നിർബന്ധിത മതപരിവർത്തനം ഇന്ന് കോട്ടയത്തും ഖർവാപ്പസി 50 പേരെ ഹിന്ദുമതത്തിലേക്ക് മാറ്റി. വിശ്വ ഹിന്ദു പരിഷത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. റിപ്പോർട്ടിലേക്ക്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉടമസ്ഥതയിലുള്ള കോട്ടയം തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, പൊൻകുന്നം പുതിയകാവ് ക്ഷേത്രം എന്നിവിടങ്ങളിലായി 58 പേരെ ഹിന്ദുമതത്തിലേക്ക് പരാവർത്തനം ചെയ്തതായാണ് VHP നേതാക്കൾ അവകാശപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പേർ മതപരിവർത്തനം നടത്തിയത് പൊൻകുന്നത്താണ്. ഇവിടെ 20 കുടുംബങ്ങളിലായി 42 പേരെയാണ് ഹിന്ദുമതത്തിലേക്ക് പരാവർത്തനം ചെയ്തത്. ഇതിൽ ഒരാൾ മുസ്ലിം മതത്തിൽ നിന്നാണെന്നും VHP നേതാക്കൾ അവകാശപ്പെടുന്നു. കേരളത്തിൽ അടുത്തിടെ നടന്ന ഏറ്റവും വലിയ പരിവർത്തന ചടങ്ങാണിത്. ഹിന്ദു ചേരവർ വിഭാഗത്തിലുള്ളവരാണ് മറ്റുള്ളവർ. തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 11 കുടുംബങ്ങളിൽ നിന്നുള്ള 16 പേരെയാണ് ഹിന്ദുമതത്തിലേക്ക് പരാവർത്തനം ചെയ്തത്. വൈക്കം, കുമരകം, മണർകാട്, വെച്ചൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണിവർ. അതേസമയം 15 വർഷത്തോളമായി ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ചു കഴിഞ്ഞവരാണ് ഹിന്ദുമതത്തിലേക്ക് മാറിയതെന്നും ഖർവാപ്പസിയിൽ പങ്കെടുത്തവർ വെളിപ്പെടുത്തുന്നു. 10 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു. അതിന് ശേഷമായിട്ട് ഉറവില്ലാതെ ഇങ്ങനെ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ ഹിന്ദുവായിട്ട് മാറാനായിട്ട് താല്പര്യമുള്ളത്. മതപരിവർത്തനമല്ല ചെയ്യുന്നത്. ഹിന്ദുമതത്തിൽ നിന്നും മറ്റു മതത്തിലേക്ക് പോയി സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരുവാൻ താല്പര്യമുള്ളവരെ നമ്മൾ പരാവർത്തനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മതപരിവർത്തനമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഈ പരാവർത്തനം ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തി ഞങ്ങളെ സമ്മർദ്ദത്തിലൂടെയാണ് പരാവർത്തനം ചെയ്തത് എന്ന് പറയിക്കുവാൻ ശ്രീ പിണറായി വിജയനോ അദ്ദേഹം ഉൾക്കൊള്ളുന്ന പാർട്ടിക്കോ സാധിക്കുമെങ്കിൽ ഞങ്ങളതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാ. ശ്രീ സുധാകരൻ, താങ്കളിലേക്ക് ഇപ്പോൾ തന്നെ തിരിച്ചു വരാം. ശ്രീ ഡോക്ടർ MN കാരശ്ശേരി, മതപരിവർത്തനം എന്നുള്ളത് പുതിയൊരു വാക്കല്ല. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ദാരിദ്ര്യവും ഭയവും ഒക്കെ തന്നെയല്ലേ ഈ മതപരിവർത്തനം അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ പിന്നിലുള്ളത്? എന്താണ് ഈ മതം എന്ന് വെച്ചാൽ അഭിപ്രായം എന്നല്ലേ അതിൻ്റെ അർത്ഥം? താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഡോക്ടർ കാരശ്ശേരി? ആണെങ്കിൽ അത് നമ്മൾ എപ്പോഴും പറയണം. നേരെ മറിച്ച് ഇവർക്കിപ്പോൾ വേണ്ടത്, സംഘപരിവാറിന് വേണ്ടത് മതപരിവർത്തനത്തെ നിരോധിക്കുന്ന ഒരു ബില്ലാണ്. അത് മതപരിവർത്തനത്തെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു ഫാസിസ്റ്റ് അജണ്ടയാണത്. അതായത് അത് നിരോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ബഹളങ്ങളൊക്കെ തീരും. അപ്പൊ അതിന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെയും മതന്യൂനപക്ഷങ്ങളെയും സജ്ജമാക്കുക എന്നതിന്റെ ഒരു നിഗൂഢമായ ലക്ഷ്യമാണ് ഈ ചടങ്ങുകളിലും ഈ ചർച്ചകളിലും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇത് വലിയ ചർച്ച ആക്കുന്നത് അവരുടെ തീരുമാനം അനുസരിച്ച് നമ്മൾ ചർച്ചയാക്കരുത്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു കളി കളിച്ചു, അവസാനം അത് പൊളിഞ്ഞു. പക്ഷെ UP അത് വീണ്ടും പൊന്തി. എന്താന്ന് വിചാരിച്ചാല് അത് ചർച്ച ചെയ്യുന്നതോടുകൂടി തന്നെ അവരുടെ അജണ്ട വിജയിക്കുകയാണ്. ചർച്ചയുടെ ഉൽപ്പന്നം എന്താണ്, ഔട്ട്കം എന്താണ് എന്നുള്ളതല്ല ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, നിർബന്ധിച്ചും പ്രലോഭനങ്ങളിലൂടെയാണ് മതപരിവർത്തനം നടക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഒരിക്കലും നിർബന്ധിച്ചിട്ടും പ്രലോഭനത്തിലൂടെയും മതപരിവർത്തനം നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, നടത്തിയിട്ടുമില്ല. അവർക്കിന്ന പരിരക്ഷ കൊടുക്കാം എന്ന് നമ്മളവരോട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ അവരുടെ സ്വയം ആഗ്രഹം, ഞങ്ങൾ ചെയ്തു പോയത്, ഞങ്ങൾ മറ്റു മതത്തിലേക്ക് പോയത് തെറ്റായി പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരേണ്ടതൊരു ആവശ്യകതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയമേധാ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പരിരക്ഷ ആവശ്യമാണെന്ന് അവർ പറയുകയാണെങ്കിൽ നമ്മൾ പരിരക്ഷ ചെയ്തു കൊടുക്കാം. അല്ലാതെ നമ്മൾ അവർക്ക് പരിരക്ഷ ചെയ്തു കൊടുക്കും എന്ന് മുൻകൂട്ടി ഉറപ്പ് നൽകിയിട്ടല്ല അവർ തിരിച്ച് നമ്മുടെ കൂട്ടത്തിലേക്ക് സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. അല്ല, ഇപ്പോൾ ഡോക്ടർ കാരശ്ശേരി സൂചിപ്പിച്ച ഒരു കാര്യം, അതായത് ഒരു ചർച്ചയ്ക്കുള്ള ഒരു വിഷയം സൃഷ്ടിച്ചെടുക്കുന്നതിനപ്പുറം ഈ ഒരു നീക്കത്തിന് പിന്നിൽ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും, ഇത്തരം ചെറിയ ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഈ മതപരിവർത്തനമാണോ അതിനുള്ള പരിഹാരം? അല്ല, മതപരിവർത്തനമല്ല. ഈ ക്രിസ്ത്യൻ ചില വിഭാഗങ്ങൾ നടത്തുന്ന മതപരിവർത്തനവും അങ്ങേയറ്റം തെറ്റാണ്. അതിൻ്റെ ആവശ്യമില്ല, അത് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പണ്ടൊക്കെ നൂറ്റാണ്ടുകൾക്കും മിഷണറിമാർ ഇവിടെ വന്ന് മതപരിവർത്തനം ചെയ്തിട്ടുണ്ട്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ അവൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ ചൂഷണം ചെയ്ത് അവനെ പള്ളിക്കൂടത്തിൽ വിടാം, അവന് ഉടുപ്പ് മേടിച്ചു കൊടുക്കാം. പണ്ടൊക്കെ കെയറിൻ്റെ പാൽപ്പൊടിയൊക്കെ വരുമായിരുന്നു ഈ ക്രിസ്ത്യൻ സമുദായങ്ങൾ വഴി വിതരണം ചെയ്യാൻ വേണ്ടി, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അതുവഴി അവനെ സ്വാധീനിച്ച് സഭയിൽ ചേർക്കുന്ന ഒരു ഏർപ്പാട്. പക്ഷേ അതിലൊരു ചതി നടന്നിട്ടുണ്ടെന്നോ? ഇല്ല, വളരെ വർഷങ്ങളായിട്ട് ഇവിടെ നിർബന്ധിച്ചും പ്രലോഭനങ്ങളുടെ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിനെതിരായിട്ട് സംസാരിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ കക്ഷികളും തയ്യാറായിട്ടില്ല. കുറച്ച് പേര് സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്ന സമയത്ത് മാത്രം ഇങ്ങനെ പ്രതികരിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇതൊരു സംഘർഷത്തിൻ്റെ യാതൊരുവിധ കാര്യങ്ങളും വരുന്നില്ല അതിനകത്ത്.
കാരണം വളരെ വർഷങ്ങളായിട്ട് ഇവിടെ മതപരിവർത്തനം, മീനാക്ഷിപുരത്ത് 10,000-ഓളം ആളുകളെ മതപരിവർത്തനം ചെയ്തു. അങ്ങനെ നിരവധി, ഒറീസയിൽ മതപരിവർത്തനം ചെയ്തു. കേരള ഒരു CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രമാണ് നരേന്ദ്രമോദി. അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ സാധാരണക്കാരൻ്റെയോ അല്ലെങ്കിൽ മധ്യവർഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഇവിടെ പീഡിതരായിട്ടുള്ള മനുഷ്യരുടെയോ ഒക്കെ തന്നെ ക്ഷേമത്തിലോ രാജ്യത്തിൻ്റെ വളർച്ചയിലോ സാമ്പത്തിക വളർച്ചയിലോ ഒക്കെ തന്നെ എന്തെങ്കിലും താല്പര്യം നമ്മുടെ ഈ സംഘപരിവാർ ഗവൺമെൻറ്റിനുണ്ടോ എന്നുള്ളത് വളരെ സൂക്ഷ്മമായ വിശകലനം നടത്തി കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്കതിന് ഉത്തരം കിട്ടുക. നമ്മുടെ സമ്പദ് വ്യവസ്ഥ പോലും റിലയൻസിൻ്റെ കള്ളപ്പണത്തിൻ്റെ ഫൗണ്ടേഷൻ്റെ മുകളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യമായ സഹായം കൂടെ ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് വലിയ കരാശ്ശേരി പറഞ്ഞ പോലെ ഇതൊരു വലിയ ചർച്ചയൊന്നും ആക്കണ്ട, ഇതൊരു വലിയ വിഷയമാകാൻ പോകുന്നില്ല കേരളത്തിൽ പ്രത്യേകിച്ച്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല. നോർത്ത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ചുട്ടുകൊന്നാലും ഒന്നും ചെയ്യാനില്ല, അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിച്ചാലും ഒന്നും ചെയ്യാനില്ല എന്നൊരു രീതിയിലേക്ക് ഈ സംഘപരിവാർ സംഘടനകൾ പോകുന്നില്ലേ എന്ന് നമുക്ക് പേടിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ അഡ്വക്കേറ്റ് ജഹാംഗീർ, താങ്കൾ നവമാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ഈ ശ്രദ്ധയിൽ, കാരണം വെച്ചാൽ ആധുനിക ജനറേഷൻ, പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഈ പറഞ്ഞ രൂപത്തിൽ മതം എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ ഭ്രാന്തെടുത്ത് നടക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ സംഘപരിവാർ സംഘടനകൾക്ക്, മുസ്ലിം മതമൗലവാദികൾക്കൊക്കെ എത്രമാത്രം പുതിയ തലമുറയിൽപ്പെട്ട എത്ര ആളുകളെയാണ് അവർ കിട്ടുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ടെക്നോളജിയെയും സയൻസിനെയുമാണ് നോക്കുന്നത്, ശാസ്ത്രമാണ് സത്യം. ഒരുപക്ഷെ മതം പോലും. വിശ്വഹിന്ദു പരിഷത്തിനെ പോലുള്ള പ്രസ്ഥാനം ഇപ്പോൾ BJP ആയിട്ട് ഇതിന് കൂട്ടക്കുഴയ്ക്കേണ്ട ആ ഒരു കാര്യമില്ല. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ രജിസ്റ്റേർഡ് സംഘടനയാണ്, അതിന് പ്രത്യേക നിയമാവലിയുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമാണ്. ഇത് മോഡിയുടെ അജണ്ടയാണ് മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് BJPക്കെതിരായി ആയിക്കൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിക്കൊണ്ടുള്ള ഒരു പ്രചരണത്തിന് ആയുധമായിട്ട് ഇന്ന് ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വികസന അജണ്ട നേരേക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനം വിശ്വഹിന്ദു പരിഷത്തിനുണ്ട്. അതിനുള്ള അധികാരവും അതിനുള്ള സംവിധാനങ്ങളും വിശ്വഹിന്ദു പരിഷത്തിനുണ്ടെന്നാണ് താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അവസാനമായി ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ട് ശ്രീ അഡ്വക്കേറ്റ് ജഹാംഗീർ പാലേരി, എന്താണ് ഇപ്പോൾ ഇതിനെ നമ്മൾ ഈ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിൽ ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു അഭിപ്രായം? ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അഡ്വക്കേറ്റ് ജഹാംഗീർ പാലേരി, നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഈ ഒരു മണിക്കൂർ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് എനിക്കും വിശ്വാസമില്ല. എങ്കിൽ പോലും ഇന്നത്തെ ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ NR സുധാകരൻ, VHP വിഭാഗ് സെക്രട്ടറി, ഒപ്പം ഡോക്ടർ MN കാരശ്ശേരി, അഡ്വക്കേറ്റ് ജഹാംഗീർ പാലേരി, ശ്രീ ആനത്തലോട്ടം ആനന്ദൻ CPIM പ്രതിനിധി, ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ, വളരെയധികം നന്ദി.